സുവിശേഷം അറിഞ്ഞിട്ടും സത്യസന്ധമായി ദൈവത്തെ അനുസരിക്കുവാനോ ആരാധിക്കുവാനോ മനസ്സില്ലാത്ത ആളുകളാണ് ഈ കൾട്ടുകളുടെയും പാഷാണ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പിൻപേ പോയി കബളിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവർ ദൈവവചനത്തിൽ തൽപരരല്ല. സത്യം അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ വരുന്നതായ ഏതിനും തയ്യാറായിരിക്കുമല്ലോ. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത സത്യം വിശ്വസിക്കാത്ത ജനത്തിൻ്റെ ന്യായവിധിയുടെ ദിനങ്ങളായിരിക്കുമെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു. പിശാച് വ്യാജത്തിൻ്റെ വ്യാപാരശക്തിയുടെ സഹായത്താൽ ലൗകിക മനുഷ്യരെ തന്നോടൊപ്പം നാശത്തിലേക്ക് നയിക്കുന്നു. സത്യം തിരിച്ചറിയുവാനും വിശ്വസിക്കുവാനും അനുസരിക്കുവാനുമുള്ള സമയം ഇപ്പോഴാകുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു വന്ന് തൻ്റെ സഭയെ ചേർത്തതിന് ശേഷം കർത്താവിൻ്റെ നാൾ ആരംഭിക്കുമെന്നും അതിലെ പ്രധാന സംഭവങ്ങളിലൊന്നാണ് മഹാപീഡനകാലം അല്ലെങ്കിൽ മഹോപദ്രവകാലം എന്നും നാം കാണുകയുണ്ടായി. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ നാം ചിന്തിച്ചു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തി, അന്തിക്രിസ്തു എന്ന് സാധാരണ ആളുകൾ പറയാറുണ്ട്, എതിർ ക്രിസ്തു എന്ന് പറയാറുണ്ട്. അവനായിരിക്കും ലോക സ്വേച്ഛാധിപതി. ഒരു നിയമവും അവന് ബാധകമല്ല. ആർക്കും അവനെ തടയുവാൻ സാധ്യമല്ല. അതെ, ലോകത്തിലെ യാതൊരു ശക്തിക്കും അവനെ തടയുവാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത മാത്രമേ അവനെ തടയുകയുള്ളൂ. ദൈവം തൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചതുവരെ അവർ അവിടെ നിസ്സഹായരും ആശയറ്റവരും ആയിരുന്നതുപോലെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുന്നതുവരെ മഹോപദ്രവകാലത്തിലെ വിശ്വാസികൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ നിസ്സഹായർ ആയിരിക്കും എന്ന് നാം ഓർക്കണം. നാം വായിച്ചു, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. അതായത് ഇരുവായ്ത്തലയുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട് ഈ പറഞ്ഞ അന്തിക്രിസ്തുവിനെ ഒടുക്കിക്കളയും. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവവചനമാകുന്നു ആ വചനം, ആ വാക്ക്. ദൈവം ചെയ്യേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം സംസാരിക്കുക മാത്രമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. കർത്താവായ യേശുക്രിസ്തു ആകുന്നു ജീവനുള്ള ദൈവവചനം. ഇന്ന് നമുക്ക് ബൈബിളുണ്ട്, ആയത് എഴുതപ്പെട്ട ദൈവവചനമാകുന്നു. ജീവനുള്ള വചനത്തെക്കുറിച്ചുള്ളതാണ് എഴുതപ്പെട്ട വചനം. അത് ജീവിക്കുന്നതും ശക്തിയുള്ളതുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവൻ ജീവനുള്ള ദൈവവചനമായിട്ടാണ് വരുന്നത്. തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്ന് നാം വായിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ തിളക്കത്താൽ, പ്രഭാവം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പിഫാനിയ എന്നതത്രേ. അവൻ്റെ വരവിൻ്റെ ഉദയം എന്നാണ് അതിൻ്റെ അർത്ഥം. അവതാരം, ദൈവം മനുഷ്യനായി അവതരിക്കുക. കർത്താവായ യേശു ബേത്ലഹേമിലേക്ക് വന്നപ്പോൾ അത് അവൻ്റെ 1-ാമത്തെ ഉദയമായിരുന്നു. തീത്തോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഉദയം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് അതത്രേ, അവൻ്റെ കൃപയോടുകൂടിയ പ്രത്യക്ഷത. അവൻ വീണ്ടും വരുമ്പോൾ അത് വേറൊരു ഉദയമായിരിക്കും. അവൻ അവൻ്റെ സഭയെ ലോകത്തിൽ നിന്നും എടുത്തുകൊള്ളും. തുടർന്ന് അവൻ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരും എന്ന് നാം വായിക്കുന്നു.
അവൻ്റെ ആദ്യത്തെ വരവിന് ഒരു വിധത്തിൽ പറഞ്ഞാൽ 2 ഘട്ടങ്ങളുണ്ടായിരുന്നു, 2 മുഖങ്ങൾ. ഒന്നാമത് അവൻ ഒരു ചെറിയ കുട്ടിയായി ബേത്ലഹേമിലേക്ക് വന്നു. പിന്നീട് അവൻ 30 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിലേക്ക് ചെന്ന് അതിനെ വെടിപ്പാക്കിയപ്പോൾ വീണ്ടും തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. അവിടുത്തെ രണ്ടാമത്തെ വരവിനും 2 ഘട്ടങ്ങളുണ്ട്. അവൻ മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊള്ളുന്നതാണ് ഒരു അനുഭവം. രണ്ടാമത്തെ ഘട്ടം അവൻ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതാണ്. ആ സമയത്ത് എതിർ ക്രിസ്തുവിനെ അവൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ, അതായത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ കർത്താവ് നശിപ്പിക്കും. ഈ അധർമ്മമൂർത്തി മഹോപദ്രവകാലത്തിൽ പ്രത്യക്ഷനാകുന്നതിനെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഞാൻ വായിക്കട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇതത്രേ അന്തിക്രിസ്തു, എതിർ ക്രിസ്തു, സാത്താൻ്റെ ആൾ, പാപത്തിൻ്റെ മനുഷ്യൻ. അവൻ സാത്താൻ്റെ പ്രവർത്തന രീതിക്കനുസരണമായി വ്യാജമായി എല്ലാ ശക്തികളോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും, പൗലോസ് പറയുകയാണ്, അതോടെല്ലാം കൂടെ ആയിരിക്കും അവൻ വരുന്നത്. ശക്തി എന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡുനാമിസ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം അലൗകികമായ, സൂപ്പർ നാച്ചുറൽ ഉറവിടമുള്ള ഒരു ഭൗതിക ശക്തി എന്നത്രേ. അവൻ വലിയ രോഗശാന്തി വരുത്തുന്നവനും അത്ഭുത പ്രവർത്തകനുമായിരിക്കും. എനിക്ക് തോന്നുന്നത് അവന് വെള്ളത്തിന്മേൽ നടക്കുവാൻ കഴിയുമെന്നത്രേ. അവൻ കാറ്റിനെ നിയന്ത്രിച്ചെന്ന് വന്നേക്കാം. അതിനവന് കഴിവുണ്ടല്ലോ. ഒരിക്കൽ അവൻ കാറ്റടിപ്പിച്ച് ഇയ്യോബിൻ്റെ മക്കളെ മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിച്ചത് ഓർക്കുന്നില്ലേ? ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് ആരെങ്കിലും എന്നോട് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഭയം തോന്നാറുണ്ട്. കാരണം അടുത്ത അത്ഭുത പ്രവർത്തകനായി ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്ന വ്യക്തി സാത്താൻ്റെ പ്രവർത്തന രീതിക്കനുസരണമായി പ്രവർത്തിച്ചു കൊണ്ടുവരുന്നവനായിരിക്കും. സാത്താൻ ഈ മനുഷ്യനെ ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അയക്കുന്നത്. അവൻ ചില്ലറക്കാരനല്ല. അപ്പോൾ അത്ഭുത പ്രവർത്തകരെല്ലാം ദൈവത്തിങ്കൽ നിന്നും അല്ല എന്നത് തീർച്ചയാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ മനുഷ്യരിൽ നിന്നെടുത്ത് ക്രിസ്തുവിന്മേൽ നാം വയ്ക്കണം, അവനിലുള്ള വിശ്വാസത്താൽ അവനോടൊപ്പം നാം നടക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ദൈവവചനത്തിൽ നിന്നും വ്യതിചലിച്ച് പഠിപ്പിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മനുഷ്യരെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കാര്യമല്ല. അങ്ങനെയുള്ളവരുടെ പിൻപേ പോകുന്നത് വളരെ സൂക്ഷിക്കണം. അവിടെയും യേശുവിൻ്റെ നാമവും ദൈവവചനവും ഒക്കെ ഉപയോഗിച്ചു എന്ന് വന്നേക്കാം അവരുടെ കാര്യം സാധിക്കാൻ. എന്നാൽ അത് ഒരിക്കലും ദൈവനാമ മഹത്വത്തിനായി തീരില്ല. ദൈവവചനത്തിന് ഘടകവിരുദ്ധമായി പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ട് അത്ഭുതങ്ങൾ ചെയ്താൽ അത് ദൈവം പ്രവർത്തിക്കുന്നതല്ല, സാത്താൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരൊക്കെ പരസ്യത്തെ ആശ്രയിച്ചായിരിക്കും. ഇവിടെ നാം അടയാളങ്ങൾ എന്ന് വായിച്ചല്ലോ. അതിൻ്റെ അർത്ഥം തെളിവ്, സൂചകം, അറിവിനെ ഹൃദ്യമായി തീരുക എന്ന ലക്ഷ്യമാണ് അതിനുള്ളത്. അംഗീകരിക്കുക എന്ന ആശയം. അന്നത്തെ കാലത്തെ ശാസ്ത്രലോകത്തിനും രാഷ്ട്രീയക്കാർക്കും മതങ്ങൾക്കും ഹൃദ്യമായി തോന്നത്തക്കവണ്ണമുള്ള അടയാളങ്ങൾ ഈ മനുഷ്യനുണ്ടായിരിക്കും, ഈ അധർമ്മമൂർത്തിക്ക്. ഇന്നും ഈ പറഞ്ഞതുപോലുള്ള വിഡ്ഢിത്തരങ്ങളുടെ പിൻപേ പോകുവാൻ ആളുകൾ ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ആരോ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. അതിനെനിക്കുള്ള ഉത്തരം ഏതാണ്ട് ഇപ്രകാരമായിരിക്കും: എന്തിനെങ്കിലും വേണ്ടി നിൽക്കാത്തവൻ എല്ലാത്തിനും വേണ്ടി വീഴും എന്നാണ്. എന്തിനെങ്കിലും വേണ്ടി നിൽക്കാത്തവൻ എല്ലാത്തിനും വേണ്ടി വീഴും. ദൈവവചനത്തിൽ വേരൂന്നിട്ടില്ലാത്ത, ദൈവവചനത്തിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടില്ലാത്തവരാകുന്നു ഈ പറയുന്ന അടയാളങ്ങൾക്കും അതിശയങ്ങൾക്കും പിൻപേ പോകുന്നത്. അത്ഭുത പ്രവൃത്തികളോടും വഞ്ചനയോടും എന്ന് നമ്മൾ വായിച്ചാൽ ഇത് കാഴ്ചക്കാരിൽ അതിൻ്റേതായ ഫലമുണ്ടാക്കും. ആ കാലത്ത് ലോകം മുഴുവനുമുള്ള മനുഷ്യർ ഈ അധർമ്മമൂർത്തിയെക്കുറിച്ച് സംസാരിക്കും.
എല്ലാവരും പറയും, ഹോ, ഈ ഭരണാധികാരി ഏതായാലും ഒരു മഹാൻ തന്നെയാണ്, അവന് ചെയ്യുവാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അവൻ്റെ കള്ളത്തരമായ അത്ഭുത പ്രവർത്തികൾ കണ്ട് വീഴുന്നത് ആരാണ്? അതെ, സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവർ, ദൈവവചനത്തെ അനുസരിക്കുവാൻ മനസ്സില്ലാത്തവർ. 10-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. നശിച്ചു പോകുന്നവർക്ക് അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും ഈ അധർമ്മമൂർത്തി ഇത് ചെയ്യുന്നത്. കാരണം അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ. സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം ചെന്നെത്തുവാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ സഭ തന്നെ ആയിരിക്കും അത് നേടുന്നത്. ഇന്ന് അത് എല്ലാ കോണുകളിലും മൂലകളിലും എത്തുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെയുണ്ടല്ലോ. വ്യക്തികൾക്ക് ചെന്നെത്തുവാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെന്നെന്ന് പറഞ്ഞാലും സത്യത്തെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ നമുക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന അനേകരുണ്ടാകും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എന്ന് മറക്കരുത്. 11-ഉം 12-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ലോകം ഒരു കള്ളം വിശ്വസിക്കുവാൻ ദൈവം അനുവദിക്കുന്നു. അതെങ്ങനാ? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്? അത് അനീതിയല്ലേ? ഒരിക്കലുമല്ല. ഓർക്കുന്നില്ലേ ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കിയത്? അതുപോലെ തന്നെയുള്ള കാര്യമായിരുന്നു ഇവിടെ സംഭവിക്കുന്നത്. അത് നല്ലവനായ ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കിയതല്ല. അവനെക്കൊണ്ട് അരുതാത്തത് ചെയ്യിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഫറവോനെ കൊണ്ട് ഒരു കാരണത്താലും ഇസ്രായേൽ ജനം തൻ്റെ ദേശം വിട്ടു പോകുവാൻ ഫറവോൻ ആഗ്രഹിച്ചില്ല. ഈ അവസ്ഥയിൽ അവനൊരു തീരുമാനമെടുക്കുവാനും അവൻ്റെ നിലപാട് വ്യക്തമാക്കുവാനും ദൈവം അവനെ നിർബന്ധിച്ചു എന്ന് കാണുന്നു. അവൻ്റെ ഹൃദയത്തിൽ വാസ്തവത്തിലുള്ളത് വെളിപ്പെടുത്തുവാൻ തക്കതായ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം അവനെ നിർബന്ധിച്ചു. അവൻ ദൈവത്തെ കബളിപ്പിക്കുവാൻ അനുവദിച്ചില്ല. ഇന്ന് അനേകരും ഇങ്ങനെ കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അവർ ദൈവത്തിനു വേണ്ടി ഒരു നിലപാടെടുക്കുകയില്ല. അവർ സുവിശേഷത്തെ ശ്രദ്ധിക്കുകയില്ല. അവർ അതിനോട് തുറന്ന അവസ്ഥയല്ല, അടഞ്ഞിരിക്കുന്ന സ്ഥിതിയാകുന്നു. ദൈവം കൃപയോടെ തൻ്റെ വചനം അവർക്ക് നൽകുന്നു. എന്നാൽ അവർക്കത് വേണ്ട. അവർ ദൈവവചനം കേട്ടതിന് ശേഷം അതിനെ അംഗീകരിക്കാതെ തള്ളിക്കളഞ്ഞിട്ട് ദൈവം അവർക്ക് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കും എന്നാണ് നമ്മൾ വായിച്ചത്. എന്തുകൊണ്ടാണ്? കാരണം അവർ സത്യം കൈക്കൊള്ളുകയില്ല. അങ്ങനെ അവർ വ്യാജം വിശ്വസിക്കുവാൻ തുറന്ന മനസ്സോടിരിക്കുന്നു. സുവിശേഷം അറിഞ്ഞിട്ടും സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സില്ലാത്ത ആളുകളാണ് ഈ കൾട്ടുകളുടെയും പാഷാണ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പിൻപേ കൂടുതലും ഓടുന്നത്. ആരാധനയിൽ പോകത്തക്കവണ്ണം അവർ ദൈവവചനത്തിൽ തൽപരരല്ല. അവർ സത്യം അംഗീകരിക്കുന്നില്ല എങ്കിൽ വരുന്നതായ ഏതിനും അവർ തയ്യാറാണ്. എന്തും അംഗീകരിക്കുവാൻ മനസ്സാണ്. സത്യസുവിശേഷം ഒഴിച്ച് ഏത് മോശമായ കൂട്ടത്തെയും അവർക്ക് സ്വീകാര്യമാണ്. ബുദ്ധിമതികൾ എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏതാനും ആളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്ചര്യമാണ്. അവർ സുവിശേഷം വ്യക്തമായി കേട്ടതിന് ശേഷവും അതിനെ തള്ളിക്കളഞ്ഞിട്ട് ഏറ്റവും മോശമായ പാഷാണ മതങ്ങളിലേക്ക് തിരിയും. ഒരാൾക്ക് ചിന്തിക്കാവുന്നതിലേക്കും മോശമായ കൾട്ട് അവർ കർത്താവിങ്കിലേക്കല്ല, ചില വ്യക്തികളിലേക്കാണ് തിരിയുന്നത് എന്നതത്രേ. ദൈവവചനം ശരിയായി പഠിപ്പിക്കാത്തവരിലേക്ക് തിരിയുന്നു. എന്തുകൊണ്ട്? കാരണം ദൈവം പറയുന്നത് അത് അങ്ങനെ ആയിരിക്കുമെന്നാണ്. ആളുകൾ സത്യത്തെ തള്ളിക്കളയുമ്പോൾ അവർ വ്യാജത്തെ വിശ്വസിക്കുവാൻ തുടങ്ങും. ദൈവം കോലാടുകളിൽ നിന്നും ചെമ്മരിയാടുകളെ വേർതിരിക്കുന്നു. അത് നിർവഹിക്കുവാനായി ദൈവം ഏറ്റവും നല്ല മാർഗം ഉപയോഗിക്കുന്നു. യഥാർത്ഥമായ സ്നേഹം കൈക്കൊള്ളുവാൻ മനുഷ്യന് സാധിക്കില്ല എങ്കിൽ ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാർ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. എന്താണ് ഈ വ്യാജം? എതിർ ക്രിസ്തുവിൻ്റെ വ്യാജം എന്തെന്നാൽ യേശുക്രിസ്തു കർത്താവല്ലെന്നും അവനാകുന്നു എന്ന് ക്രിസ്തു അവകാശപ്പെടുന്നതല്ല
അവനെന്നുമുള്ളതത്രേ വ്യാജം. മനസ്സിലായല്ലോ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ അവർ വാസ്തവത്തിൽ ആത്മികരാകുന്നില്ല എന്ന് അവൻ ജനങ്ങളോട് പറയും. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് അവന് ചില നല്ല വിശദീകരണങ്ങളുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഭൂമിയിൽ തന്നോടൊപ്പം ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിനായി ഇവിടെ തങ്ങിയതിന് അവൻ അന്നുള്ള ജനങ്ങളെ അഭിനന്ദിക്കും. ആളുകൾ അവനെ വിശ്വസിക്കുകയും അന്തിക്രിസ്തു സഹസ്രാബ്ദ വാഴ്ച അവർക്ക് നൽകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യും. തങ്ങൾ മഹോപദ്രവത്തിൽ പ്രവേശിക്കുകയാണെന്ന് ഈ ജനം ഒരിക്കലും അംഗീകരിക്കുകയില്ല. അതത്ര വ്യാജം. ആളുകൾ അത് വിശ്വസിക്കും. കാരണം സത്യമല്ല അവർ വിശ്വസിക്കുന്നത്. സത്യത്തെ തള്ളിക്കളഞ്ഞവരെ ദൈവം ന്യായം വിധിക്കുവാൻ പോവുകയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചതിന് ശേഷം യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നുവെങ്കിൽ നിങ്ങളെ വഴിതെറ്റിക്കുവാനും ചതിക്കുവാനോ വലിച്ചു കൊണ്ടുപോകുവാനോ വരുന്ന എന്തിനോടും നിങ്ങൾ തുറന്ന മനസ്ഥിതിയായിരിക്കും കാട്ടുന്നത്. ഏത് വ്യാജവും സത്യമായി നിങ്ങൾ വിശ്വസിക്കും. ഞാൻ ഒരിക്കലും സുവിശേഷം കേട്ടില്ല എന്ന് ദൈവസന്നിധിയിൽ ചെന്ന് പറയുവാൻ താങ്കൾക്ക് കഴിയില്ല. താങ്കൾ കർത്താവായ യേശുവിന് പുറംതിരിഞ്ഞെങ്കിൽ തീർച്ചയായും വ്യാജം വിശ്വസിക്കുവാൻ നിങ്ങൾ സ്വയം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് താങ്കളെ ന്യായവിധിയിൽ കൊണ്ടാക്കും. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിൽ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാകുന്നു. നശിച്ചു പോകുന്നവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ഗന്ധം, രക്ഷിക്കപ്പെടുന്നവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യം. ഇത് പറയുക വഴി ഞാൻ താങ്കളെ വാസ്തവത്തിൽ ഒരു വെട്ടിലിടുകയാണ് ചെയ്തിരിക്കുന്നത്, ഒരു ഫിക്സിൽ കൊണ്ടുവരികയാണ്. കാരണം നിങ്ങൾ സുവിശേഷം കേട്ടിട്ടില്ല എന്ന് പറയുവാൻ ഇനിയും നിങ്ങൾക്ക് കഴിയുകയില്ല. താങ്കൾ അത് കേട്ട് കഴിഞ്ഞു, അനേക പ്രാവശ്യം കേട്ട് കാണും. ഇനിയും താങ്കൾ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ ഞാൻ താങ്കൾക്ക് മരണത്തിലേക്കുള്ള ഗന്ധമായി മാറുകയാണ്. താങ്കൾ യേശുക്രിസ്തുവിനെ താങ്കളുടെ സ്വന്തം രക്ഷകനായി കൈക്കൊള്ളുമെങ്കിൽ ഞാൻ താങ്കൾക്ക് ജീവനിലേക്കുള്ള സൗരഭ്യമായി മാറുകയാണ്. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രവർത്തനീയമായ വശമാണ് ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഈ ലേഖനത്തിൽ പൗലോസ് ഇനിയും പ്രവൃത്തിപരമായ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ വെളിച്ചത്തിൽ ഒരു ക്രിസ്തുവിശ്വാസി ക്രിസ്തുവിൻ്റെ വരവിൽ താൻ വിശ്വസിക്കുന്നു എന്ന് പ്രകടമാക്കുന്ന വിധത്തിലുള്ളൊരു ജീവിതമാണ് ജീവിക്കേണ്ടത്. മനസ്സിലായല്ലോ? വെളിയിലേക്ക് ചാടിയിറങ്ങി ആകാശത്തേക്ക് നോക്കി ഓ കർത്താവേ ഇപ്പോൾ നീ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ വിശ്വാസം. അങ്ങനെ മാത്രം ചെയ്യുന്നത് ഭക്തിപൂർവമായ ഒരു വിഡ്ഢിത്തമാകുന്നു. ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ വരവിങ്കൽ വിശ്വസിക്കുന്നു എങ്കിൽ അത് 3 വ്യത്യസ്ത വിധങ്ങളിൽ വെളിപ്പെടുത്തും. തിരുവചനത്തോടുള്ള അവൻ്റെ മനോഭാവത്തെ അത് ബാധിക്കും, അവൻ്റെ ദൈനംദിന നടപ്പിനെ അത് ബാധിക്കും, അവൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അവൻ്റെ ജോലി രംഗങ്ങളെ അത് ബാധിക്കും. ഒന്നാമതൊരു വിശ്വാസി ദൈവവചനത്തിൽ ഉറച്ച വ്യക്തിയായിരിക്കണം. 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ 2 വാക്യങ്ങൾ രക്ഷയുടെ മൊത്തം വർണ്ണചിത്രം നമുക്ക് നൽകുന്നു എന്നത്രേ. മൊത്തം ഒരു നല്ല ചിത്രം. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവ രക്ഷ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഉള്ളതെല്ലാം വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന്, രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ഇത് റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 28-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. ഇവിടെ
തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലും പൗലോസ് എഴുതുന്നത് കൃത്യമായ അതുതന്നെയാണ്. ദൈവം നിങ്ങളെ ആദ്യം മുതൽ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. അത് ഭൂതകാലത്തിലേക്ക് നോക്കുകയാണ്. എനിക്കാകെ അറിയാവുന്നത് ഇത് പറയുന്നത് മാത്രമാണ്. ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. നാം ഇവിടെ വന്ന് പിറക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നാണോ നിങ്ങൾ എന്നോട് പറയുവാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, സ്പർജൻ എന്ന് പറയുന്ന വലിയ പ്രസംഗകൻ പറയുമായിരുന്നു, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഞാൻ ഇവിടെ എത്തുന്നത് വരെ അവൻ താമസിച്ചിരുന്നെങ്കിൽ അവൻ എന്നെ ഒരിക്കലും തിരഞ്ഞെടുക്കുമായിരുന്നില്ല എന്ന്. അതിൻ്റെ ലളിതമായുള്ള അർത്ഥം, താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് ദൈവത്തിനൊരു ആശ്ചര്യഹേതുവായിരിക്കയില്ല. എന്നാൽ ആ നാണയത്തിന് മറ്റൊരു വശമുണ്ട്. കടന്നു വരുന്ന ഏവനും എന്നുള്ളതാണത്. കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നവരാണ് വാസ്തവത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ. കടന്നു വരുവാൻ താല്പര്യപ്പെടാത്തവർ തിരഞ്ഞെടുക്കപ്പെടാത്തവരാകുന്നു. യേശു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. രക്ഷയുടെ ന്യായമായ ഒരു വാഗ്ദാനമാകുന്നു അത്. ആത്മാർത്ഥമായ തീർച്ചയുള്ള ഒരു വാഗ്ദാനം. അതിനോട് അധികമൊന്നും ചേർത്തിട്ടില്ല. താങ്കൾ വരുന്നില്ല എങ്കിൽ അത് താങ്കളെ തിരഞ്ഞെടുത്തിട്ടില്ലാത്തത് കൊണ്ടാകുന്നു എന്നർത്ഥമില്ല. ഒരിക്കലുമല്ല. താങ്കൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരാത്തതിന് കാരണം താങ്കൾക്ക് ദാഹമില്ലാത്തത് കൊണ്ടാണ്. അതായത് ഒരു രക്ഷകനെ താങ്കൾക്ക് ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. നിങ്ങൾ ദാഹിച്ചിരിക്കുകയാണെങ്കിൽ വെള്ളത്തിനായി ക്രിസ്തുവിലേക്ക് വരും. രണ്ടാമതായി, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ നിങ്ങളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്നാൽ പുറകോട്ട് നോക്കുന്നു, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിയുന്നു. ഇപ്പോൾ ആത്മാവിൻ്റെ വിശുദ്ധീകരണം വർത്തമാനകാലത്തിലേക്ക് നോക്കുന്നു. വിശുദ്ധീകരണം എന്ന പദവി അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയ്ക്കായും പ്രവർത്തനത്തിനായും നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിലായിത്തീരുന്നു. അതാണ് വിശുദ്ധീകരണം എന്ന അവസ്ഥ. അത് രക്ഷയുടെ ഭൂതകാലമാകുന്നു. അതുമാത്രമല്ല, രക്ഷയുടെ പ്രവൃത്തിപരമായ വശവുമുണ്ട്. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ താങ്കളും ഞാനും കൃപയിൽ വളരേണ്ടതുണ്ട്. മൂന്നാമതായി, സത്യത്തിൻ്റെ വിശ്വാസം. അതിൻ്റെ അർത്ഥം ഒരു ക്രിസ്തു വിശ്വാസി ദൈവവചനം പഠിക്കുവാൻ തുടങ്ങുന്നു എന്നാണ്. അങ്ങനെയാണ് അവൻ വളരുവാനും പുരോഗമിക്കുവാനും പോകുന്നത്. നാലാമതായി, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ. ഇത് ഭാവിയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമാണല്ലോ. ഇത് സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെടുന്നത് സൂചിപ്പിക്കുന്ന കാര്യമാണ്. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അതുമാത്രമല്ല, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്ന പ്രസ്താവന, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാതനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. അത് ഭാവിയിലേക്ക് നോക്കുന്നതാണ്. എത്ര മഹത്വകരമായ മനോഹരമായ ഒരു ഭാവിയാണ് ഓരോ ദൈവ പൈതലിനുമുള്ളത്. ഈ 2 വാക്യങ്ങൾ രക്ഷയുടെ മൊത്തം ചിത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നാം രക്ഷിക്കപ്പെടും എന്നുള്ളത്. അതെല്ലാം ദൈവത്തിൻ്റെ മാത്രം പ്രവർത്തനമാണ്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. താൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ അവരെ പഠിപ്പിച്ച കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ക്രിസ്തുവിശ്വാസിയെ നിർത്തുന്നതും സ്ഥിരമായി നിർത്തുന്നതും ദൈവവചനമാകുന്നു. 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും സന്തോഷവും നൽകുന്നത് യേശുക്രിസ്തു ആകുന്നു. അവനിത് തൻ്റെ വചനത്തിലൂടെയാണ് ചെയ്യുന്നത്.
അത് നമ്മെ എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തും. ദൈവവചന പഠനം കർത്താവിൻ്റെ വേലയിൽ നമ്മെ നയിക്കും. ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, അത് നമ്മെ ആത്മീയമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും, സ്ഥിരപ്പെടുത്തും. എന്നാൽ നാം ദൈവവചനത്തിൽ വേരൂന്നി ഉറപ്പുള്ളവരായിരിക്കണമെന്നത്രേ നാം കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ നാം അലഞ്ഞുഴലുകയില്ല. നമ്മുടെ മനസ്സും ഹൃദയങ്ങളും അവനിൽ കേന്ദ്രീകൃതമായിരിക്കും. അത് വരുമ്പോൾ നാം കേൾക്കുന്ന ഓരോ പ്രസംഗത്തിനും അനുസരിച്ച് ഉപദേശം മാറ്റില്ല. ഓരോ പുതിയ പുസ്തകത്തിനും അനുസരണമായി നാം തിരിഞ്ഞു പോകുകയില്ല. നാം വിശ്വാസത്തിൽ സ്ഥിരപ്പെടേണ്ടതായിട്ടുണ്ട്. അനേകരും എത്ര പരിതാപകരമായ ഒരവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ താങ്കളെ നയിക്കുന്നത് ദൈവവചനമാകും. വിശ്വാസികൾ തങ്ങളുടെ പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെട്ടവരായിരിക്കണമെന്ന് നാം അടുത്ത അധ്യായത്തിലും കാണുന്നതാണ്. 3-ാം അധ്യായത്തിലും ദൈവവചനം പഠിക്കാതെ, അതിനോട് താല്പര്യമില്ലാതെ താങ്കൾ കർത്താവിൻ്റെ വരവിനെ എത്ര കൊതിയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് വഞ്ചനയാണ്. അത് യാതൊരർത്ഥവുമില്ലാത്ത പ്രസ്താവനയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല. അത് താങ്കളെ പ്രവർത്തനത്തിലേക്ക് നയിക്കുകയില്ല. കർത്താവായ യേശു വരുന്നു എന്ന് നിങ്ങൾ വാസ്തവമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കും, ധൃതിയായിരിക്കും. ഒരു ദിവസം താങ്കൾ അവന് കണക്ക് കൊടുക്കുവാൻ പോവുകയാണ്. നാളെ അവൻ ഇവിടെ വരുവാൻ പോകുന്നു എങ്കിൽ നാം ഇന്ന് എത്രമാത്രം ധൃതിയായിരിക്കേണ്ടതാണ്. നാം അവൻ്റെ വരവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും അതാണ്. അപ്രകാരം നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ ജീവിതം അനുഗ്രഹമാകും, സന്തോഷമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. സത്യത്താലുള്ള വിശദീകരണം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാനാകുന്നു ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പഠനങ്ങൾ മുഖാന്തരം സഹായിക്കുമാറാകട്ടെ.